Hi friends, welcome back to ANEEZ the Backpacker. ഇന്ന് ട്രാവലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അല്ല നമ്മൾ ചെയ്യുന്നത്. എന്നോട് കുറെ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്നപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് ഹെയർ റിമൂവൽ സ്പ്രേനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഇത് എങ്ങനെ യൂസ് ചെയ്യാം, എത്രത്തോളം സേഫ് ആണെന്നൊക്കെ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റുകൾ കാര്യങ്ങൾ കാണുമ്പം എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് എപ്പോഴും ഹെയർ റിമൂവ് ചെയ്യുന്നതാണോ എന്നൊക്കെ. അപ്പൊ പൊതുവെ ഞാൻ ട്രിം ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് പുതുതായിട്ടൊരു ഹെയർ റിമൂവൽ സ്പ്രേ കാര്യം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്ന് അതിന്റെ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എന്റെ കയ്യിൽ ഇപ്പം അർബൻ ഗബ്രയുടെ ഒരു ഹെയർ റിമൂവൽ സ്പ്രേ ഉണ്ട്, അതുപോലെ മാനപ്പ് കമ്പനിയുടെ മറ്റൊരു സ്പ്രേ ഉണ്ട്. രണ്ടിനും 500 രൂപ, 499 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു സ്പ്രേ കാര്യങ്ങൾ ആളുകൾ കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് 12 മുതൽ 15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ഹെയർ എല്ലാം തന്നെ നമുക്ക് റിമൂവ് ആക്കാം. അത്രയും ഈസി മെത്തേഡാണ്. പിന്നെ ഈ ഒരു 499 രൂപക്ക് നമ്മൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാല് നമുക്കൊരു 4-5 തവണ ഇത് യൂസ് ആക്കാം കേട്ടോ. നമ്മൾ എത്രത്തോളം ഏരിയയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചിരിക്കും. അപ്പം ഈ ഹെയർ റിമൂവൽ സ്പ്രേ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ 12 സെന്റിമീറ്റർ മിനിമം നമ്മൾ ഡിസ്റ്റൻസ് എടുത്തിട്ട് വേണം ഈ സ്പ്രേ നമ്മൾ അപ്ലൈ ചെയ്യാൻ. പിന്നെ ഇത് നമ്മുടെ പ്രൈവറ്റ് പാർട്സിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല നമുക്കാണ് ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത്. നമുക്ക് എന്തായാലും യൂസ് ചെയ്തതിന് ശേഷം കാര്യങ്ങൾ പറയാം. ഇതിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മൾ 5 മുതൽ 10 മിനിറ്റ് വരെയാണ് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്യേണ്ടത്, അത് തുടച്ച് കളയാൻ വേണ്ടിയിട്ട്. അതായത് നോർമൽ ഹെയർ അല്ലെങ്കിൽ തിൻ ഹെയർ ഒക്കെ ആണെങ്കിൽ. ഇപ്പം എൻ്റെ ഹെയർ ഒക്കെ കുറച്ച് തിക്കാണ്. അപ്പം ഇതിൽ എഴുതിയിട്ടുള്ളത് 15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം, എന്നിട്ട് വേണം അത് കളയാൻ. ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഓരോ സ്പ്രേ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ നമ്മളൊരു പാച്ച് ടെസ്റ്റ് നടത്തണം. നമ്മൾ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ കൈയിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക, ഒരു 5 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലും ഹീറ്റ് സെൻസേഷൻ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അലർജിക് റിയാക്ഷൻ ഉണ്ടോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ബോഡിയിൽ ഇത് അപ്ലൈ ചെയ്യാൻ. അല്ലാതെ ഇത് നേരിട്ട് തന്നെ നമ്മൾ ബോഡിയിൽ മൊത്തം അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും അലർജി കാര്യങ്ങളോ അല്ലെങ്കിൽ സ്കിൻ ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ, സെൻസിറ്റീവ് ആണല്ലോ നമ്മുടെ സ്കിന്ന്, അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും പാച്ച് ടെസ്റ്റ് നടത്തണം എന്ന് പറയുന്നത്. അപ്പം ഈ സ്പ്രേനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാം, അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വീഡിയോ ഫുൾ ആയിട്ട് കാണാം. വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ ഈ സ്പ്രേ അപ്ലൈ ചെയ്തിട്ടുള്ള വീഡിയോ കാണിക്കുന്നതാണ്. പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ട്രിമ്മർ. റിമൂവ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇത് ട്രിം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇത് നമ്മൾ എപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഇതിൽ ഏറ്റവും 0-ൽ ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഹെയർ ഒരു കുറ്റിയായിട്ട് നിൽക്കും, കുറച്ച് തിക്കായിട്ടുള്ളത്. അപ്പൊ അത്രയൊരു പെർഫെക്ഷൻ, അത്രയൊരു ഫിനിഷിങ് കിട്ടില്ല. പക്ഷെ ഇത് യൂസ് ചെയ്യാൻ ഏറ്റവും ഈസിയാണ്. പിന്നെ ചാർജ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ആക്കാം. അത് മറ്റേനെ പോലെ തന്നെ പെട്ടെന്ന് തീർന്നു പോകുന്ന ആ പേടിയൊന്നും വേണ്ട. അപ്പം ഇതിപ്പോ സിസ്കയുടെ ട്രിമ്മറാണ്. അതുപോലെ ഒരുപാട് കമ്പനിയുടെ നല്ല നല്ല ട്രിമ്മറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ കോസ്റ്റിനനുസരിച്ചിരിക്കും അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഹെയർ റിമൂവൽ ചെയ്യാനുള്ളതാണ് ഹെയർ റിമൂവൽ ക്രീംസ്. അപ്പം വീറ്റിന്റെ ക്രീം ഉണ്ട്, അതുപോലെ മാമായെർത്ത്, അങ്ങനെ ഒരുപാട് കമ്പനികൾ അവരുടെ ക്രീമുകൾ ഇറങ്ങുന്നുണ്ട്. അത് ഫുൾ കെമിക്കലാണ്. പക്ഷെ ഇത് നമ്മുടെ സ്റ്റോർസിൽ കാര്യങ്ങൾ, മെഡിക്കൽ ഷോപ്പിലും കാര്യങ്ങളൊക്കെ ഇത് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഇത് പൊതുവെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു. പക്ഷെ ഇപ്പം ഇത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുടെ സ്കിന്നിന് ബ്ലാക്ക് കളർ ആകുന്ന അല്ലെങ്കിൽ മറ്റ് അലർജിക് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് പ്രിഫർ ചെയ്യുന്നില്ല. ഇപ്പൊ ഇത് അധികം ആളുകളൊന്നും ഇങ്ങനത്തെ ഹെയർ റിമൂവൽ ക്രീംസ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നില്ല, കെമിക്കൽ ആയതുകൊണ്ട് തന്നെ. പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ നമ്മുടെ കയ്യിലുള്ള റേസറാണ്. നമ്മുടെ ചെറിയ ചെറിയ സ്റ്റോറിൽ വരെ കിട്ടുന്ന ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള കാര്യമാണിത്. ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ, ഹെയർ നല്ലപോലെ തന്നെ റിമൂവ് ചെയ്യാം. പക്ഷെ ഇത് എല്ലാ ഏരിയയിലും നമുക്ക് റിമൂവ് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. പിന്നെ അറിയാലോ, ഇത് റിമൂവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ബ്ലേഡ് അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ മുറിവ് പറ്റാനും ബ്ലഡ് വരാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ ഇത് ഏറ്റവും ചീപ്പസ്റ്റ് ആണ്, നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് റേസർ. എങ്ങനെയൊക്കെയാണ് ഹെയർ റിമൂവൽ ചെയ്യുന്നതിന് മെത്തേഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ വീഡിയോയിൽ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ മാനപ്പ് കമ്പനിയുടെ ഹെയർ റിമൂവൽ സ്പ്രേനെ കുറിച്ചുള്ള റിവ്യൂ ടൈപ്പാണ് ഈ ഒരു വീഡിയോ. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് എന്ത് റിസൾട്ടാണ് കിട്ടിയതെന്നൊക്കെ. ഇപ്പൊ ഇത് എന്റെ ബോഡിയിൽ അത്യാവശ്യം ഹെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നിപ്പോ ചെസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അലർജിക് റിയാക്ഷൻ ഉണ്ടോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഹീറ്റിംഗ് സെൻസേഷൻ ഉണ്ടോ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിലോട്ട് കാണിച്ചു തരാം. അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണട്ടോ. അപ്പൊ നമ്മൾ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ 10 to 15 മിനിറ്റ് എനിക്ക് വെയിറ്റ് ചെയ്യണം ഇതിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ടൊരു ഹീറ്റിംഗ് സെൻസേഷൻ ചെറുതായിട്ടൊന്നുണ്ടായിരുന്നു, പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കൂളിംഗ് സെൻസേഷൻ ആയിപ്പോയി. ഇതെന്തായാലും
ഈ ഹെയർ റിമൂവൽ സ്പ്രേ എന്താണെന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഫോളിക്കുള്ള പ്രോട്ടീൻസ് നശിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ ഹെയർ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും 15 മിനിറ്റ്, ഞാനൊരു 12 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ കഴുകി കളയാനാണ് വിചാരിക്കുന്നത്. എന്തായാലും നോക്കുക. അപ്പോൾ നമ്മൾ തുടക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഹെയറൊക്കെ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഹെയർ കുറച്ച് കട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് പാടായിരിക്കും പോകാൻ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല നീറ്റായിട്ട് തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കണ്ടില്ല, നമ്മളിപ്പോൾ ബോഡിയിലുള്ള ഹെയർ എല്ലാം റിമൂവ് ചെയ്തു ആ സ്പ്രേ വെച്ചിട്ട്, മാനപ്പ് കമ്പനിയുടെ ബോഡി ഹെയർ റിമൂവൽ സ്പ്രേ വെച്ചിട്ട്. നല്ല രീതിയിൽ തന്നെ ഹെയർ എല്ലാം പോയിട്ടുണ്ട്. അതിൻ്റെ തിന്നായിട്ടുള്ള ആ പാർട്ട് പോലും, നമ്മുടെ താഴെയുള്ള പാർട്ട് പോലും കാണുന്നില്ല.